അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹമാസ് സെറ്റിൽമെൻറ്റ്, ഹമാസ് വിഷയം തൽക്കാലം ഒത്തുതീർപ്പായിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വിശദമായ വിവരണത്തിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹമാസ് ഇസ്രയേൽ അഥവാ ഫലസ്തീൻ ഇസ്രയേൽ ഈ വിഷയം താൽക്കാലികമായി ഒത്തുതീർപ്പായിരിക്കുന്നു. ഇസ്രയേലും ഹമാസും എന്നൊക്കെ പറയാമെങ്കിലും അത് ഈ ആഗോള സാമ്രാജ്യത്വ ശക്തികൾ പരസ്യപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണത്, ഇസ്രയേലും ഹമാസും എന്നൊക്കെ. സത്യത്തിൽ ഇത് ഇസ്രയേലും ഹമാസും മാത്രം ആയിട്ടുള്ള ഒരു വിഷയമല്ല, അതിൻ്റെ പിന്നിൽ മറ്റ് പല ശക്തികളുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരണം ഞാൻ ഈ വീഡിയോ തീരുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങളോട് വിശദീകരിക്കുന്ന. അങ്ങനെ ഇസ്രയേൽ എന്ന തെമ്മാടി രാജ്യം, ഇസ്രയേൽ എന്ന ചെറ്റ രാജ്യം ഹമാസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതൊരു ചെറിയ കീഴടങ്ങലല്ല, നിസ്സാരമായ കീഴടങ്ങലല്ല. ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇസ്രയേലിൽ ജനസംഖ്യ ഉണ്ടാകില്ല, ഇസ്രയേലിൽ ഒരൊറ്റ ജൂതനും അവശേഷിക്കില്ല എന്ന് വ്യക്തമായി ബോധ്യമായപ്പോൾ അവർ ഒരു സെറ്റിൽമെന്റ്, ഒരു കോംപ്രമൈസിന് തൽക്കാലം തയ്യാറായിരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഹമാസിന് മുന്നിൽ കീഴടങ്ങി ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ഒക്കെ. അപ്പോൾ ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും ബൈഡനെയും ഒക്കെ കീഴടങ്ങലിൽ ആ ലിസ്റ്റിൽ ചേർത്തതെന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഇത് വെറും ഇസ്രയേൽ ഹമാസ് യുദ്ധമായിരുന്നില്ല. അമേരിക്കയുടെ നേതൃത്വത്തിൽ, നാറ്റോ സൈനിക ശക്തിയുടെ നേതൃത്വത്തിൽ, നാറ്റോ സൈനിക ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടായേക്കാം, വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ രാജ്യങ്ങളും ഒക്കെ ചേർന്നിട്ടുണ്ടെന്ന്. അല്ല, നാറ്റോ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അമേരിക്കൻ, യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടുന്ന 32ഓളം രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു യൂണിയനാണ് നാറ്റോ സൈനിക സഖ്യം എന്ന് പറയുന്നത്. ഈ 32 രാജ്യത്തിൽ ഇസ്രയേൽ പെടുന്നില്ല. ഇസ്രയേൽ ഒരു ഏഷ്യൻ രാജ്യമാണ്. എന്നിട്ട് പോലും യൂറോപ്യൻ യൂണിയൻ എന്ന ആ സൈനിക ശക്തി ഇസ്രയേലിന് വേണ്ടി ഇടപെട്ടത്, അവിടെ ഇടപെട്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? അവർ യൂറോപ്യൻ യൂണിയൻ എന്ന ആ സംഘടനയിൽ അംഗമല്ല. അവിടെയാണ് പച്ചയായ വർഗീയത, യഹൂദി വൻ നസാറ കൂട്ടുകെട്ട്, യഹൂദികളും നസാറാക്കളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം. ഏതെങ്കിലും നസാറാക്കൾക്ക് അപകടം വന്നാൽ യഹൂദികൾ കൂടെയുണ്ടാവും, യഹൂദിക്ക് അപകടം വന്നാൽ നസാറകൾ കൂടെയുണ്ടാവും. നമ്മുടെ നാട്ടിൽ നസാറാക്കളായ വ്യക്തികളെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം ഫലസ്തീനെ തള്ളിപ്പറയുന്നു, ഇസ്രയേലിനെ പിന്തുണച്ച് സംസാരിക്കുന്നു. ഇതാണ് യഹൂദി വൻ നസാറ എന്ന് പറയുന്നത്, യഹൂദികളും നസാറാക്കളും. ആ കൂട്ടുകെട്ടാണ് 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ, ആ പ്രദേശത്ത് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നത് ആഗോള സൈനിക ശക്തിയാണ്. എല്ലാവിധ അത്യന്താധുനിക ആയുധങ്ങളും കൈവശമുള്ള നാറ്റോ അമേരിക്കൻ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിനെയാണ് ഇവിടെ നിന്നും തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഹമാസ് എല്ലാം തീർന്നു കഴിഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും കോംപ്രമൈസ് സെറ്റിൽമെന്റിന്റെ സമയത്ത് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദികളെ കൈമാറിയപ്പോൾ ഹമാസുകാരുടെ ഒരു കടല് തന്നെയായിരുന്നു അവിടം. അവർക്ക് മനസ്സിലായി ഹമാസ്, ഒളിപ്പോര് നടത്തുന്ന ഹമാസിനെ തുടച്ചു നീക്കാൻ സാധിക്കില്ല എന്ന്. എന്നാൽ ഇസ്രയേലിലെ ചെറുപ്പക്കാർ ബഹുഭൂരിപക്ഷവും സ്വന്തം നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയും ചെയ്തു. അവർ ഇനി ഒരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിൽ ജനസംഖ്യ ഗണ്യമായി കുറയുന്നു എന്ന് വ്യക്തമായി ബോധ്യമായപ്പോഴാണ് ഒരു കോംപ്രമൈസിനെങ്കിലും അവർ തയ്യാറായത്. ഈ കോംപ്രമൈസ് സെറ്റിൽമെന്റ് സത്യത്തിൽ ഹമാസിന് സമ്മതമുണ്ടായിരുന്നില്ല എന്നാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 90% മൃതപരുവമായി ഇസ്രയേലികൾ. ഈ സാഹചര്യത്തിൽ കോംപ്രമൈസ് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയാൽ വീണ്ടും ശക്തിയാർജിച്ച് വീണ്ടും വരും. സെറ്റിൽമെന്റ് ഇല്ലാതിരുന്നാൽ
ബാക്കി 10% ക്ലീൻ വാഷ് ഔട്ട് ചെയ്യാം എന്നാണ് ഹമാസിന്റെ വാദം. ഇതിനെ ആഗോള മാധ്യമങ്ങൾ, റൂപ്പർട്ട് മർഡോക്കിന്റെ നേതൃത്വത്തിലുള്ള ആഗോള മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇത് ഹമാസ് ഇസ്രയേൽ തമ്മിലുള്ള ഒരു യുദ്ധമാണ്, ഒരു തർക്കമാണ് എന്നാണ്. എന്നാൽ അതായിരുന്നില്ല. 32ഓളം രാജ്യങ്ങൾ കൂടി, കൂടാതെ സൗദി അറേബ്യ പോലുള്ള ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ്, ഒമാൻ, ഇത്തരം അറബ് രാജ്യങ്ങൾ അവരെ ഭയപ്പെടുത്തി കൂടെ നിർത്തി അവരുടെ നാവിക താവളങ്ങളിൽ നിന്നും ഹമാസിനെ ആക്രമിക്കാൻ പലപ്പോഴും വിമാനങ്ങൾ പറന്നുയരുകയുണ്ടായി. അത്തരം സഹായങ്ങൾ അവരും ചെയ്തു കൊടുത്തു. നാറ്റോ സൈനിക സഖ്യം 32 രാജ്യമാണെങ്കിൽ ഇത്തരം രാജ്യങ്ങൾ ഒക്കെ ചേരുമ്പോൾ 40 രാജ്യങ്ങളുടെ മുകളിൽ പോകും. ഈ 40 രാജ്യങ്ങളോടാണ് ഹമാസ് ഇക്കണ്ട കാലമത്രയും പൊരുതി നിന്നത്. ഏതായാലും കേരളത്തിൽ കാസക്കാർക്കും കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഒക്കെ, കൂടാതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ CPI-യും CPIM-ഉം ഇവർക്കെല്ലാം വലിയ വിഷമമാണ്. ഹമാസുകാരെ കൊന്നൊടുക്കിയതിലുള്ള വിഷമമല്ല, ഹമാസിനെ ഇസ്രയേലിന് വിഴുങ്ങാൻ കിട്ടിയില്ല, അതിലുള്ള വിഷമമാണ്. ഈ ഫലസ്തീനെ ഹമാസിനെ, ഗസയെ ഒന്നടങ്കം വിഴുങ്ങാൻ ഇസ്രയേലിന് കിട്ടിയില്ല. ഹമാസ് പറഞ്ഞ ഡിമാൻഡിൽ ഇസ്രയേലിന് സൈൻ ചെയ്യേണ്ടി വന്നു. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിയായ വിഷമമുണ്ട്, കോൺഗ്രസുകാർക്കുണ്ട്, മുസ്ലിം ലീഗുകാർക്കുണ്ട്. എന്താണ് ഇവർക്കൊക്കെ വിഷമമുണ്ടാകാനുള്ള കാരണം? ഇവർക്ക് വിഷമമുണ്ടാകാനുള്ള പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആകപ്പാടെ ഇനി ബാക്കിയിരിക്കുന്നത് കേരളം മാത്രമാണ്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പച്ച തൊടാൻ പോകുന്നില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ പരമാവധി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ അവർ മുഴുകിയിരിക്കുന്നത്. ഇവരുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, P. മോഹനൻ, CPIM-ന്റെ നിരന്തരം മുസ്ലിം വിദ്വേഷം വിളമ്പുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് മുസ്ലിം വിദ്വേഷം വിളമ്പിയത് മെക്സവനുമായി ബന്ധപ്പെട്ടതാണ്. മെക്സവൻ എന്ത് കണ്ടാലും അതിനെ ഒരു മുസ്ലിം ഭീകരത നിറം കൊടുത്തുകൊണ്ട് രാജ്യമൊഴുക്കെ പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചാരണത്തിന്റെ ഫലമായിട്ട് ഇത് വടക്കേ ഇന്ത്യയിൽ പെട്ടെന്ന് ആളിപ്പടരും. അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ സംഘപരിവാർ മുസ്ലിങ്ങളെ ആക്രമിക്കും. ഇവർ ഇപ്പോൾ സംഘപരിവാരങ്ങളെ സന്തോഷിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ ഇപ്പോൾ സംഘപരിവാർ പിടിച്ചാൽ ആ പിടുത്തത്തിൽ ഞെരിയാവുന്നതേയുള്ളൂ, ഇല്ലാതായിപ്പോ. പല കേസുകളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസും അതിന്മേലുള്ള മേൽ നടപടികളെല്ലാം ഇവർക്ക് അനുകൂലമായി നടക്കണമെങ്കിൽ ഇപ്പോൾ സംഘപരിവാറിനെ സന്തോഷിപ്പിച്ചേ പറ്റും. അതുകൊണ്ട് നിരന്തരം മുസ്ലിം ലോകത്തെ തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് അപമാനിക്കുകയാണ്. അപ്പോൾ ഈ ഹമാസ് വിഷയം കിട്ടിയപ്പോഴും ഇതും അവർ ഇതിനു വേണ്ടി മുതലാക്കുകയാണ്. നാളിതുവരെ ഈ ഹമാസ് ഇസ്രയേൽ വിഷയം തുടങ്ങിയിട്ട് നാളിതുവരെ CPIM-ഓ CPI-ഓ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരക്ഷരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇസ്രയേലിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഹമാസിനെയാണ്, അത് ഹിസ്ബുള്ളയെയാണ്, അത് ഹൂത്തികളെയാണ്. അവരെയെല്ലാം തീവ്രവാദവൽക്കരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് നേരിടുന്നത് ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പകൽ കമ്മ്യൂണിസവും സന്ധ്യമയങ്ങിയാൽ സംഘീസവുമാണ്. സന്ധ്യമയങ്ങിയാൽ സംഘികൾ, പകൽ കമ്മ്യൂണിസം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇവർ പൂർണ്ണമായി സംഘപരിവാറിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി മുസ്ലിങ്ങളെ തെരുവിളിക്കുക, തീവ്രവാദവൽക്കരിക്കുക, അങ്ങനെ ഈ സംഘിക്കൂട്ടങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും
ഒരു വാക്കെങ്കിലും ഫലസ്തീൻ ജനതയ്ക്ക് അനുകൂലം പ്രസംഗിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും സംഘപരിവാറിന് വോട്ട് ചെയ്യുകയും സംഘപരിവാറിന് സിന്താപ വിളിക്കുകയും ചെയ്യും. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ സീറോയാകും, വട്ടപൂജ്യമാകും. ഇത് മുതിർന്ന നേതാക്കൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇപ്പോൾ അടവ് നയത്തിലാണ്, അടവ് നയം പയറ്റുകയാണ്. ഇസ്രയേലോ അമേരിക്കയോ നാറ്റോ സൈനിക സഖ്യമോ ഒന്നും ഗസ എന്ന ഒരു ചെറിയൊരു പ്രദേശത്തുള്ള ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തുന്നത് ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു കാലത്ത് ഇസ്രയേൽ ഒരു പടക്കം പൊട്ടിച്ചാൽ ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒരു പടക്കം പൊട്ടിച്ചാൽ അതിനെ വലിയ സംഭവമാക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അഥവാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നിപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യയിലെ സാധനം ഇല്ല. എന്തെങ്കിലും ഉള്ളത് ഇവിടെയാണ്, അതും ഈ ഭരണം ഉള്ളത് കൊണ്ട് നിലനിൽക്കുന്നു എന്ന് മാത്രം. ഒരു പിരീഡ് ഭരണം നഷ്ടപ്പെട്ടാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെല്ലാം നാളെ BJP-യിലുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇവർ തപ്പി നടക്കുന്നത്, അന്വേഷിച്ച് നടക്കുന്നത് എവിടെയാണ്, എന്തിൽ കയറിയിട്ടാണ് മുസ്ലിം സമൂഹത്തെ അപമാനിക്കേണ്ടത്. മുസ്ലിം സമൂഹത്തെ അപമാനിച്ചാൽ അത്ര കണ്ട് സംഘപരിവാര സംഘടനകൾക്ക് ഇഷ്ടപ്പെടും, നേതാക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇവരോടുള്ള ആ ഉന്മൂലന സിദ്ധാന്തം ഒരുപക്ഷെ സംഘപരിവാറുകാർ മാറ്റിവെച്ചേക്കാം. അതിനുവേണ്ടി നിരന്തരം അപമാനിക്കുകയാണ്. മെക്സവൻ എന്ന വ്യായാമ പരിപാടി അതിനെ തീവ്രവാദവൽക്കരിച്ചുകൊണ്ട് തീവ്രവാദ ആലയിൽ കൊണ്ടുപോയി കെട്ടി. മോഹനാണ് അതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കിയത്. അതിന്റെ പേരിൽ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. അവിടെ ആളി കത്തിയപ്പോൾ ഇവിടെ നിർത്തി, അവിടെ ആളി കത്തിച്ചുകൊണ്ട് ഇവിടെ സുല്ല് പറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് വോട്ട് കൊടുത്താൽ കൊള്ളാം, കൊടുത്തില്ലെങ്കിൽ തീവ്രവാദി. ആരാണ് തീവ്രവാദി എന്നൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ വീഡിയോയിൽ കമ്മ്യൂണിസമാണോ ഇസ്ലാമിക്കിസമാണോ തീവ്രവാദം നടത്തിയിട്ടുള്ളത് എന്ന് പൂർണ്ണമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റൊരവസരത്തിൽ ഇവരുടെ ഈ മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള തീവ്രവാദി പ്രയോഗം ഞാൻ പൊളിച്ചടക്കുന്നതാണ്. ആരാണ് തീവ്രവാദി എന്ന്, ആരൊക്കെയാണ് പാവപ്പെട്ടവരെ, കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയത്, ഷുക്കൂർ വധക്കേസ് മുതൽ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വിശദീകരിക്കുന്നതാണ്. മേലിൽ തീവ്രവാദി എന്ന് മുസ്ലിം ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചപമാനിച്ചാൽ നിങ്ങളുടെ ചരിത്രം വലിച്ച് ഞാൻ പുറത്തേക്കിടും, യാതൊരു സംശയവും വേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.